ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോൾ രാവിലെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇത് നമ്മൾ ദമാം കോർണിഷ് റോഡാണ് കേട്ടോ. ദമാം കോർണിഷ് റാക്കയിലേക്ക് പോണ വഴിയാണ്. ഇതിപ്പോൾ പുതുതായി നിർമ്മിച്ച റോഡാണ്. ഇപ്പോൾ 2030 വേൾഡ് കപ്പിനോടനുബന്ധിച്ച് സൗദിയിൽ നടക്കാൻ പോകുന്നതിനോടനുബന്ധിച്ച് വരുന്ന വികസന പരിപാടികളാണ് ഇതൊക്കെ. ഇത് രണ്ട് ഭാഗം റോഡാണ്. ഇതിൻ്റെ റോഡിന് നടുവിലൂടെ ഇങ്ങനെ രണ്ട് സൈഡിലൂടെയും ഇങ്ങനെ സൈക്കിൾ സവാരി നടത്താൻ ഉള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. രാത്രിയിലൂടെ നല്ല ലൈറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പണി പൂർത്തിയായിട്ടില്ല, എന്നാലും ഒരു 95% കഴിഞ്ഞു. നല്ല അടിപൊളി കാഴ്ച തന്നെയാണ്. എത്ര ആളുകൾക്ക് വന്നാലും ഇരിക്കാനും പിന്നെ നടക്കാൻ എക്സസൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി കുറച്ച് മുന്നോട്ട് പോയാൽ കാണാം. നല്ല ചെടികളൊക്കെ നിർമ്മിച്ച് ഇത് ഈ സൈഡിലൂടെ കാണുന്നത്, ഈ വെള്ള ലൈന് സൈഡിലൂടെ കാണുന്നത് സൈക്കിൾ സവാരിയാണ്. ഇത് 4.5 കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ്. അതായത് 4.5 കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ്. ഇതുപോലെ തിരിച്ചു വരുന്നത് മറ്റേ സൈഡിലൂടെ, ലെഫ്റ്റ് സൈഡിലൂടെ. അതായത് ഒരുപാട് ബിൽഡിങ്ങിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു പുതിയ ഏരിയയാണ് സംഭവം. പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് ഇപ്പോൾ ഞാൻ വരുന്നത് ബീച്ചിൽ നിന്നാണ്. ബീച്ചിൽ നിന്നുള്ളൊരു വീഡിയോ അടുത്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിങ്ങനെ രാവിലെ സവാരിക്ക് ഇറങ്ങിയപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. നല്ല അടിപൊളി, നല്ല മനോഹരമായ സ്ഥലങ്ങൾ. ഈത്തപ്പനൊക്കെ വെച്ച് പിടിപ്പിച്ച് പൈപ്പ് ചെടി നനയ്ക്കുന്നുണ്ട്. ഇവിടെ ഫുൾ ടൈം പണിക്കാരുണ്ട്, ബംഗാളികൾ ഇതിൻ്റെ പണിക്കാരുണ്ട് ഇവിടെ. നല്ല കാഴ്ചകളാണ്. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ ഫാമിലി ആയിട്ട് വരും. ഇതൊക്കെ എക്സസൈസ് ചെയ്യുന്ന ഓരോ സാമഗ്രികളാണ്. ഇത് ഒരു സ്ഥലത്തൊന്നുമല്ല, ഇതിങ്ങനെ ഓരോ 500 മീറ്റർ ഇടവിട്ട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഇതിങ്ങനെ. ഇനി കുറച്ച് മുന്നോട്ട് പോയിക്കാണെങ്കിൽ ഇതിനേക്കാളും നല്ല അടിപൊളി സ്ഥലങ്ങൾ കാണാനുണ്ട്. ആരും സ്കിപ്പ് ചെയ്യണ്ട. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. ഇനിയിങ്ങനെ ഇതിൽ സൈക്കിൾ സവാരി ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ വരുന്ന ഒരു 4 വീലുള്ള ഒരു ബൈക്ക് റാനിലൊക്കെ ഉള്ളൊരു സാധനം ഉണ്ട്. എന്താണ് അതിൻ്റെ പേര്, എനിക്ക് മറന്നുപോയി. ആ സാധനങ്ങൾ ഓടിക്കുന്ന ഒരു ട്രാക്ക് ഉണ്ട്. രണ്ട് സൈഡ് റോഡാണ് കേട്ടോ. അതിലൊരു സൈഡ് റോഡിൻ്റെ വർക്ക് മുഴുവനായിട്ട് കഴിഞ്ഞു. ലെഫ്റ്റ് സൈഡിലുള്ള റോഡിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിന് കുറച്ചും കൂടി ടാറിങ് ബാക്കിയുണ്ട്. ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു. പിന്നെ രണ്ട് സൈഡിൽ വീടുകൾ, ബിൽഡിങ്ങുകളൊക്കെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെ എക്സസൈസ് ചെയ്യുന്ന ഓരോരോ സാധനങ്ങളാണ്. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇവിടെ ഫാമിലി ആയിട്ട് ആളുകൾ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഈ അടുത്ത പരിസരങ്ങളിലുള്ള വീടുകളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ബീച്ചിൽ നിന്ന് തന്നെ, ബീച്ചിൽ ഇതേപോലെ തന്നെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബീച്ചിൽ നിന്ന് വരുന്ന ആളുകൾ ഇവിടെ ഈ വഴിയിലൊക്കെ നിർത്തിയിട്ട് പാർക്ക് ചെയ്ത് റെസ്റ്റ് എടുത്ത് പോകുന്നുണ്ട്. ഇത് രാത്രിയിലാണ് ഇതിൻ്റെ ഭംഗി കാണാൻ. ഞാൻ പറഞ്ഞ ആ റൺവേ കണ്ട ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ കൂടെ പോകുന്ന അത് ബൈക്ക് റൈഡിൻ്റെ സൈക്കിളിൻ്റെ ആണ് കേട്ടോ. സൈക്കിൾ പോകുന്നത് രാവിലെ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. ഞാൻ വന്ന സമയത്ത് ഒരു 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പോയിട്ടുണ്ട്. രാവിലെ ഒരു 6 മണി സുബഹി കഴിഞ്ഞാൽ ഒരു 5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 7-8 മണി വരെ ഇവിടെ ഫുൾ ആളുണ്ടാവും. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ട്. പക്ഷെ പിന്നെ ഫാമിലിയൊക്കെ ഉള്ളതിനെ കൊണ്ട്, പെണ്ണുങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് ഞാൻ വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട്, ആളുകളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് നിന്നത്. എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല വീഡിയോ എടുക്കുന്നത്. സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം പിന്നെ നമുക്കതൊരു മോശമല്ലെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്ന് കാലത്ത് ഞാൻ ഇതൊക്കെ, ഈ ഏരിയകളൊക്കെ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ, വീടുകളൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്ന ഏരിയകളാണ്. ഇതൊരു പുതിയ ഏരിയയാണ്, കോർണേഷനാണ്. ഇപ്പോൾ ഈ സൗദി അറേബ്യയിൽ ദമാമിലുള്ള ആളുകൾക്കൊക്കെ കോർണേഷൻ പറഞ്ഞാൽ അറിയാലോ, കടൽ ഏരിയകളാണ്. ഇതിപ്പോൾ ഒരു റോഡുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് റോഡുകൾ അപ്പുറവും ഇപ്പുറവും ഒരുപാട് ഉള്ളിൽ കൂടെ പോകുന്ന എല്ലാ റോഡിലും ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ട്.
രാത്രി വന്ന് കാണണം ഇതിൻ്റെ ഭംഗി കാണണമെങ്കിൽ. കാരണം അത്ര അധികം ലൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ. ലൈറ്റിൽ ഇങ്ങോട്ട് ആകെ ഈ സ്ഥലം ഇങ്ങോട്ട് കണ്ടാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ രൂപമായിരിക്കില്ല രാത്രി വീഡിയോ ചെയ്യുമ്പോൾ. രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയുണ്ട്. അപ്പം ആ സമയത്ത് ആളുകളും ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരു വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആവണം, എന്നാൽ ആ സമയത്ത് ആളുകൾ വരുള്ളൂ. നല്ല അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളൊരു ലൈക്ക് അടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.